ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ അല്പം ലേറ്റായി. ഓക്കെ, എന്നാൽ ഞാൻ ഇന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട കാര്യമാണ്. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നതെന്ന് പറഞ്ഞാൽ ഒരു മോട്ടിവേഷൻ സ്റ്റോറിയാ. അതിന്റെ തലേന്ന് പറഞ്ഞിരുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? അതായത് ഇസ്രായേൽ ആ യുദ്ധത്തെ പറ്റി വ്യക്തമായി ഞാൻ പറഞ്ഞിരുന്നു. പഠിച്ചില്ല? എന്നാൽ ഇന്ന് പറയേണ്ടത് ഇതും ജീവിതത്തിൽ പഠിച്ചു വെക്കേണ്ടതാണ്. ഒരു IAS ആയാലും ശരി, നിങ്ങൾ ഏത് സബ്ജക്ട് ബേസ്ഡ് ആയിട്ടുള്ള രീതി വരുമ്പോൾ ഇത് വളരെയേറെ പ്രാധാന്യമുള്ള സംഭവമാണ്. ഇത് പറയുന്നത് ഞാൻ പറയുന്നത് യൂത്തനേഷ്യയെ പറ്റി, അതായത് ദയാവധത്തെ പറ്റിയാ പറയുന്നത്. അത് ഹരീഷ് റാണ, ഉത്തർപ്രദേശുകാരൻ, ആ സംഭവം. ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തെ പറ്റി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം ഒന്ന് പറയാം. ഹരീഷ് റാണ എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന സമയത്ത് അവരുടെ ഹോസ്റ്റലിന്റെ 4ാമത്തെ നിലയിൽ നിന്ന് താഴേക്ക് വീഴുകയാണ്. അതിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്തു? ശരീരമൊക്കെ തളർന്ന് ഒരു കോമ സ്റ്റേജിലേക്കുള്ള അവസ്ഥയിലേക്ക് പോയി. 13 വർഷം കടന്നു. അപ്പൊ അവന്റെ മാതാപിതാക്കൾ ഒരു കാര്യം പറഞ്ഞു. ഞങ്ങൾ ജീവിച്ചിരിക്കെ അവന്റെ സഹോദരനും അതിനെ നോക്കി. നമ്മൾ ആലോചിക്കണം, കട്ടിലേക്ക് കിടക്കുമ്പം അവരൊരു വളരെ വേദനയോട് കിടന്ന് ആ സഹോദരനെ നോക്കേണ്ടത്. അങ്ങനെ 13 വർഷം കട്ടിലേക്ക് കിടക്കുമ്പോ അത് അവൻ ആഹാരം കൊടുക്കുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാ ട്യൂബിലൂടെയാ പോഷകാഹാരങ്ങൾ കൊടുക്കുക. അങ്ങനെ അദ്ദേഹം ആ യാതനകളുടെ നടുവിൽ, അന്നേരം ആ മാതാപിതാക്കൾ പറയുന്നത്, ഞങ്ങൾ മരിച്ചു പോയാൽ ഞങ്ങളുടെ കുഞ്ഞിനെ ആര് നോക്കും? മനസ്സിലാവുന്നോ? വലിയ ഒരു ടെൻഷൻ അവരുടെ ജീവിതത്തിൽ ഉണ്ട്. 20ാമത്തെ വയസ്സായപ്പോഴാണ് ഈ ആക്സിഡന്റ് ഉണ്ടാകുന്നത്. അപ്പോ ഇതിനു വേണ്ടി ഒരു വക്കീലിന്റെ സഹായത്തോടെ, ആ വക്കീലിനെ അറിയാമോ? മലയാളിയാണ്. മലയാളി. പേര് ഓർത്താ മതി. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചോ, പത്രത്തിൽ അപ്പൊ പുള്ളിക്കാരിയുടെ സഹായത്തോടു കൂടി. കൊല്ലംകാരിയാണ്. കൊല്ലംകാരി. അതൊക്കെ പേര് ഓർത്തു വെക്കാം, അതിനുവേണ്ടി ഒന്ന് തരുന്നു എന്നുള്ളതേ ഉള്ളൂ, എനിക്കറിയാം. അപ്പൊ അവരൂടെ ചേർന്ന് ഇവന്റെ ജീവിതത്തിൽ ഒരു ദയാവധത്തിന് വേണ്ടി ആദ്യം ഡൽഹി കോടതിയിൽ, അവിടെ നിന്നൊക്കെ പോയി സുപ്രീം കോടതിയിൽ നിന്ന് ഇന്നലെ ആ വിധി മേടിച്ചു. ഇന്നലെയല്ല, മെനഞ്ഞാന്ന്. അത് ചരിത്രപരമായ ഒരു വിധിയാണ്. നമ്മുടെ സുപ്രീം കോടതിന്റെ ചരിത്രപരമായ ഒരു വിധി എന്താണെന്നറിയാമോ? ഹരീഷ് റാണയ്ക്ക് ദയാവധം അനുവദിച്ചു. മനസ്സിലായോ? ഇതായിരിക്കും ഇന്ന് പഠിച്ചു വെച്ചോണം. രാജ്യത്തെ ആദ്യത്തെ പാസീവ് യൂത്തനേഷ്യ എന്ന് പറയുന്നത് ഏതാണ്? ഹരീഷ് റാണ. അവർ പറഞ്ഞു മിണ്ടുന്നില്ല, കാണുന്നില്ല, സംസാരിക്കുന്നില്ല, ഒരേ അവസ്ഥയിൽ കിടക്കുന്നു. അദ്ദേഹത്തെ എന്ത് ചെയ്യണം? മാന്യമായി മരിക്കാൻ അനുവദിക്കണം. മനസ്സിലായോ? ഇനി ഞാൻ ഇത് എന്തുവാന്ന് വെച്ചാ, ഞാൻ ഇനി അതിനെപ്പറ്റി പറയുന്നതെന്ന് പറയാം. ഇനി യൂത്തനേഷ്യയെ പറ്റി നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കണം. ദയാവധം എന്താണ്? ദയാവധം ഏതൊക്കെ രാജ്യങ്ങളാണ് ഇതിനെ അംഗീകരിച്ചിട്ടുള്ളത്? ദയാവധം നിയമപരമായി ശരിയാണോ? അങ്ങനെ അനുവദിക്കുന്ന രാജ്യങ്ങളുണ്ടോ? എന്നിങ്ങനെയുള്ള ഒട്ടനവധി ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്കൊരു മറുപടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ അതോടൊപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞ പോയിന്റ് മറക്കരുത്. ഈ ഹരീഷ് റാണയുടെ കേസ് മനസ്സിലായോ? നിങ്ങൾ കോടതി പറയുന്ന ഒരു സ്വന്തം മകനെ അവരെന്ത് ചെയ്യാ? കൊല്ലാൻ വേണ്ടി അങ്ങ് ചെയ്യുവാണോ? അല്ല, ഹൃദയവേദനയോടുകൂടി ആ മകന്റെ വേദന മനസ്സിലാവുന്നു. കോടതിയിൽ അവരതാ പറയുന്നത്. അപ്പൊ കോടതിയും പറയുന്നുണ്ട്, സുപ്രീം കോടതി വിധി പറയുമ്പോ ആ വിധിയുടെ സ്റ്റേറ്റ്മെന്റ് അവസാനം അവർ പറയുന്ന ജഡ്ജ്മെന്റ് എങ്ങനെയാണെന്ന് ചോദിച്ചാ അതിനനുകൂലമായ രീതിയിലാണ് പറയുന്നത്. കേട്ടോ? അപ്പൊ മനസ്സിലായോ? അതിനകത്ത് കോടതി വിധി പറയുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാ അത് വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാ. സുപ്രീം കോടതി പറയുന്നത് ഇങ്ങനെയാ. ഹരീഷിന്റെ കുടുംബം അനുഭവിക്കുന്ന ഈ ഭയങ്കരമായ വൈകാരിക ഭാരം, അവര് മകനെ ഉപേക്ഷിക്കുകയല്ല, മറിച്ച് അവനെ സന്തോഷത്തോടെ മരിക്കാൻ അനുവദിക്കുകയാണ്. മനസ്സിലായോ? ഇവിടെ ചെയ്യുന്ന എന്താന്ന് ചോദിച്ചാ യഥാർത്ഥത്തിൽ മകനോടുള്ള സ്നേഹമാണ് അവർ പ്രകടിപ്പിക്കുന്നതെന്ന് ആര് പറയുന്നു? കോടതി, സുപ്രീം കോടതി ആ വിധിയിൽ പറയുന്നത്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ പാസീവ് യൂത്തനേഷ്യ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യം അംഗീകരിക്കുന്നുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞ നമ്മുടെ പെരുവനയിലെ മോളിമാമ മരിക്കുന്ന സമയം, ഹായ്, എന്തുകൊണ്ട് രണ്ടുപേരോടെ അമ്മച്ചിയെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ. അത് അതിനകത്ത് കാണാൻ പറ്റുമായിരുന്നു അല്ലേ? അപ്പം എന്തുവരെ ഞാൻ പറഞ്ഞു? മോളിമാമയെ സംബന്ധിച്ചിടത്തോളം അന്ന് ഇപ്പൊ ഈ ഇടയ്ക്ക് മരണത്തിന് സംഭവിച്ചപ്പോൾ വെന്റിലേറ്ററിന്റെ സഹായത്തോടാ നിൽക്കുന്നത്. അത് മാറ്റിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും? അതിന് കുറെ കാര്യങ്ങൾ നമ്മുടെ രാജ്യം
ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? എന്നാൽ സുപ്രീം കോടതിയുടെ വിധിപ്രകാരമുള്ള ഒരു വലിയ കേസ് നടക്കാൻ പോകുന്നത് ഈ ഹരീഷ് റാണയുമായി ബന്ധപ്പെട്ടാണ്. നമ്മളല്ലെന്നുണ്ടെങ്കിൽ എത്ര കാലം നിന്നാലും നമുക്ക് ഇവർക്ക് നീതി ലഭിക്കാതെ അവർ മരിച്ചു പോകും. മനസ്സിലാവുന്നോ? ഇവനിപ്പം എന്ന് പറഞ്ഞാൽ ട്യൂബിലൂടെ ഇയാൾക്കിപ്പം പാസീവ് യൂത്തനേഷ്യ നൽകുന്ന എങ്ങനെയാന്ന് ചോദിച്ചാൽ ആ ട്യൂബ് അങ്ങ് മാറ്റുക എന്നുള്ളതാ. മനസ്സിലാവും? അപ്പം അതെ 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 അതെ. അപ്പം രശ്മി നന്ദകുമാർ അത് അവരുടെ പേരെന്തായിരുന്നു? രശ്മി നന്ദകുമാർ. അവരത് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞുതരാം. ഇത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. ഒരിടത്ത് പോയി സംസാരിക്കണമെങ്കിലും ഇപ്പൊ ഇത് എന്നെ കേൾക്കുന്ന ആർക്കായാലും ഈ വിഷയത്തെ പറ്റി സംസാരിക്കാനുള്ള ഒരു ഐഡിയ വേണമല്ലോ. നമ്മളിപ്പോ ഹരീഷ് റാണയും ഉത്തർപ്രദേശും അതോടൊപ്പം തന്നെ പാസീവ് യൂത്തനേഷ്യയും ഇത്രയും പഠിച്ചാൽ പോരാ. എന്താ ദയാവധം ഒന്ന് പറയാമോ? എന്താണ് ദയാവധം? ദയാവധം എന്ന് പറഞ്ഞാൽ ദേഹം നൽകുക. ഒരാൾ മരിക്കാനായി കിടന്നിട്ട് അതൊക്കെ തന്നെയാണ്. അതിനൊരു നമുക്കൊരു അങ്ങനെ വധിക്കുകയാണ്. വധിക്കാൻ മീൻസ് കൊല്ലുക എന്നാണ് അർത്ഥം. ഓക്കെ. അപ്പൊ നമുക്ക് പറയാനുള്ളത് ഈ മരുന്ന് കൊടുത്താൽ ഇനി സൗഖ്യമാകത്തില്ല. സൗഖ്യം ആകില്ല. ഒരു തരത്തിലും മരുന്ന് കൊണ്ട് സൗഖ്യമാകത്തില്ല എന്ന് മെഡിക്കൽ ഫീൽഡ് പറയുന്നു. എന്നും ഈ രോഗം മൂലം അമിതമായ വേദനയും ഉണ്ടാകുന്നു. അപ്പൊ മരിക്കുന്നുമില്ല, രോഗം മൂലം അമിതമായ വേദനയും ഉണ്ടാകുന്നു. അപ്പൊ ജീവൻ എന്ത് ചെയ്യുന്നു? ഇവന്റെ ജീവൻ പോകത്തില്ലല്ലോ. അന്നേരം ചികിത്സാ പ്രകാരം ഇദ്ദേഹത്തിന്റെ ജീവൻ എടുക്കുന്നു. മനസ്സിലാവുന്നോ? ഇവിടെ ഒരു കോൺട്രഡിക്ഷൻ എന്താന്ന് ചോദിച്ചാ മതങ്ങളെല്ലാം എന്താ പറയുന്നേ? ദൈവം തന്ന ലൈഫ് ദൈവം തന്നെ എടുക്കണം, അല്ലെന്നുണ്ടെങ്കിൽ അവര് പൊളിയും. അതുകൊണ്ട് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അത് അവന്മാർക്ക് ഭയങ്കര അടിയല്ലയോ? റിലീജിയസ് ആയിട്ടുള്ളവർ ഇതിനെ ഒപ്പോസ് ചെയ്യും. അപ്പൊ ഞാൻ എന്താണ് ദയാവധം എന്ന് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. മരുന്ന് കൊടുത്താണ് എന്ത് ചെയ്യുന്നത്? കൊല്ലുന്നത്. പക്ഷെ അത് അവൻ എന്ത് ചെയ്യാൻ? ഈ ഒരു മുന്നോട്ട് ജീവിതം നയിക്കാൻ പറ്റത്തില്ല എന്ന അവസ്ഥ വരുന്ന ആ അവസ്ഥയാണ് എന്തെന്ന് പറയുന്നത്. അതിനെ ചികിത്സാ പ്രകാരം അവസാനിപ്പിക്കുന്നതാണ് ദയാവധം. പഠിച്ചോ? അതിന് ഇംഗ്ലീഷിൽ പറയുന്ന പേരാണെന്ന് പറഞ്ഞേ, യൂത്തനേഷ്യ. സ്പെല്ലിംഗ് അറിയാമോ? EUTHANSIA. ഈ അവിടെ സൈലന്റ്. യൂത്തനേഷ്യ. മനസ്സിലായോ? അപ്പൊ ഇതെന്ന് പറഞ്ഞ രണ്ട് രീതിയിലുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ ആക്റ്റീവ് യൂത്തനേഷ്യയും പാസീവ് യൂത്തനേഷ്യയും. എന്തോ? ആക്റ്റീവ് യൂത്തനേഷ്യയും പാസീവ്. ഈ ആക്റ്റീവ് യൂത്തനേഷ്യ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഡോക്ടർ മരുന്ന് കൊടുക്കും. എന്തിനു വേണ്ടിയാ? എന്നാണ്ട് നമ്മുടെ ലിയോൺ ഈ അവളെ തട്ടരുത്. മനസ്സിലാവുന്നോ? മരിക്കാൻ വേണ്ടി ഡോക്ടർ മരുന്ന് കൊടുത്ത് അവരുടെ ജീവനെ മരുന്ന് കൊടുത്ത് കൊല്ലുന്നു. മനസ്സിലാവുന്നു? അതാണ് എന്തോന്ന് പറയാ? അത് അതെ അതെ. ആ ലെതൻ എന്ന് പറയുന്ന ഒരു ഇഞ്ചക്ഷൻ ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെ കൊടുത്ത അതിനൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. എന്നാൽ പാസീവ് യൂത്തനേഷ്യ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഡിഫറെന്റ് തിങ്. സപ്പോർട്ടീവ് ആയിട്ടിരിക്കുന്ന ഇപ്പൊ എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പൊ ഒരു മെഡിക്കൽ ട്രീറ്റ്മെന്റ് കൊടുത്തുകൊണ്ടിരിക്കുക. പക്ഷെ അവർ ഈ 12 വർഷവുമായിട്ടും ആ ട്രീറ്റ്മെന്റ് അടിസ്ഥാനത്ത് കൊണ്ട് മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ജീവൻ നിലനിർത്തുന്നത്. ജീവിക്കുക എന്ന് പറയാൻ പറ്റത്തില്ല, ജീവൻ നിലനിർത്തുന്നത്. ആ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ? ഒന്ന്, ഫുഡ് ട്യൂബിലൂടെ കൊടുക്കുന്നു. 2, വെന്റിലേറ്റർ. അപ്പൊ ഈ വെന്റിലേറ്ററിന്റെ സഹായം അങ്ങ് എന്തോ ചെയ്യുന്നു? കളഞ്ഞാൽ അവരെന്ത് ചെയ്യും? മരണപ്പെട്ടു പോകും. അതും ഒരു കൊലപാതകമാണ്. മനസ്സിലാവുന്നു? അതിന് ലിവിങ് വിൽ എന്നാ പറയുന്നത്. എന്താ പറയുന്നത്? അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അപ്പം പാസീവ് യൂത്തനേഷ്യ എന്തോന്നോ ആക്റ്റീവ് ഡൗട്ട് ഉണ്ടോ? അപ്പം ഇനി അതിനകത്ത് പഠിക്കേണ്ട എന്താന്ന് ചോദിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കണ്ടേ. അപ്പം ആക്റ്റീവ് യൂത്തനേഷ്യ, പാസീവ് യൂത്തനേഷ്യ നമ്മുടെ രാജ്യത്ത് വേറൊരു സെൻസിലായാലും നടക്കുന്നുണ്ട്. പക്ഷെ അത് നടക്കുന്നതിന് കുറെ കണ്ടീഷൻസ് ഉണ്ട്. മനസ്സിലാവുന്നോ? ഇതിന് കാരണമായ ഒരു കേസുണ്ട്. അതായത് നമുക്ക് ഇതിനെല്ലാം ഓരോ കേസുകളുടെ ആസ്പദത്തിലാണ് നമ്മളിപ്പം പറയുന്ന ഹരീഷ് റാണ വേഴ്സസ് എന്തോന്ന് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. സ്റ്റേറ്റും ഹരീഷ് റാണയും കൂടെ ഉള്ള അത് ഇപ്പം വന്നത്. ഇതിന് മുമ്പ് ഉള്ളത് എന്തോന്ന് വെച്ചാൽ കോമൺ കോസ്. എന്താ? ഒരു കൂട്ടം ആൾക്കാർ ഒരു ലിറ്റിഗേഷൻ ഫയൽ ചെയ്യുന്നുണ്ട്. ഒരു കോമൺ കോസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. അതിനകത്തെ അടിസ്ഥാനത്തിലാണ് ഈ പാസീവ് എന്തോന്ന് യൂത്തനേഷ്യ നടപ്പിലാക്കാൻ നിയമപരമായി. അപ്പം ഈ കോടതി, അതായത് നിയമം എങ്ങനെയൊക്കെയാ ഉണ്ടാക്കുന്നത് ഒന്ന് പറഞ്ഞേ.
ഹൗ യു ക്യാൻ മേക്ക് എ ലോ. അത് നമ്മുടെ ഇത് ലോക്സഭ യെസ്, എങ്ങനെയാണ് ലോകസഭാ മെജോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ അതിനാണ് എമാരെ പിടിച്ചു വിടുന്നത്. അതുകൊണ്ടാ പറഞ്ഞ ഓരോ ഇല്ലാത്തമാരെ വിടരുതെന്ന്. അപ്പം ലോകസഭയിലും രാജ്യസഭയിലും അതോടൊപ്പം തന്നെ നിയമസഭയിലും പറയുന്ന കേക്ക് നീ അതവിടെ വിട്. നിയമസഭയിലും മനസ്സിലാവുന്നോ? ചോദിക്കുന്നതിന് മറുപടി പറഞ്ഞാൽ അത് ബില്ലാവുന്നതാ. മനസ്സിലാവുന്നു? അപ്പം ഈ പറയുന്ന സ്ഥലങ്ങളിൽ വാഗ്വാദങ്ങളൊക്കെ നടത്തി അതിന്റെ മെറിറ്റും ഡിമെറിറ്റും ഒക്കെ സംസാരിച്ച് നമ്മൾ എന്തുണ്ടാക്കുന്നു? ലോ ഉണ്ടാക്കുന്നു. പക്ഷെ വേറെ രീതിയിൽ ലോ വരും. എന്താണ്? കേസുമായി അനുബന്ധമായി അതാണ് ഈ പറയുന്നത് കേസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞു വരുന്നത്. നമുക്ക് ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട്. ഫണ്ടമെന്റൽ റൈറ്റ് വന്നത് രജിസ്റ്ററിംഗ് എന്ന് പറയുന്നത് എവറി ഡേ ഇത് ഇറ്റ്സ് ഹാപ്പണിങ്. മനസ്സിലാവുന്നോ? അങ്ങനെ വരുന്നോണ്ടാണ് ഞാൻ പറഞ്ഞത് സുപ്രീം കോടതി അതായത് സുപ്രീം ലോ ആരാ? സുപ്രീം കോർട്ടാണ് നമ്മുടെ ഏറ്റവും വലുത്. സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന ഏത് നിയമവും അത് പ്രൊസീഡിങ്സ് ആണ്, നാളെ മുതൽ നിയമമാണ്. അത് എന്താണ്? അതുകൊണ്ടാണ് പറയുന്നത് നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും തുല്യരാണ്. അപ്പം ഹരീഷ് റാണയ്ക്ക് ഈ നീതി പാസീവ് യൂത്തനേഷ്യ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യു ആർ എലിജിബിൾ ഫോർ ദാറ്റ്. ടുമാറോ ഇവര് ആരെങ്കിലും ഒരാള് എന്തോ ചെയ്യുന്നു. മനസ്സിലാവുന്നു? ഐഡിയ കിട്ടിയോടെ? അപ്പൊ ഇങ്ങനെയാണ് എന്താ വേണ്ടത്? നേഹയ്ക്ക് അതിന്റെ പോയിന്റ്സ് കിട്ടുന്നു. എങ്ങനെയാണ് ഒരു നിയമം വരുന്നതെന്ന്? നിയമം MLA-മാരും MP-മാരും മാത്രമല്ല ഉണ്ടാക്കുന്നത്. സുപ്രീം കോടതി ജഡ്ജി എന്ന് പറഞ്ഞാൽ ദേ ഹാവ് റൈറ്റ് ടു ഇന്റർപ്രട്ടേറ്റ് എന്തോന്ന് ഒരു പ്രോബ്ലം, ഒരു പ്രശ്നം വരുന്നത് അവർ പഠിച്ച് ഇന്റർപ്രറ്റ് ചെയ്ത് നല്ല രീതിയിൽ നമ്മുടെ ജഡ്ജിമാർ എന്ത് ചെയ്യുന്നു? അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദങ്ങളൊക്കെ നടത്തി they're reaching a conclusion. That conclusion is a law. It's a proceedings. Understand? Did you get it or not? അതിങ്ങനെ ആലോചിച്ചോണം. ഇന്ത്യയിൽ ഇത് നിയമമായി മാറിയത് പാസീവ് യൂത്തനേഷ്യ സുപ്രീം കോടതി അലോ ചെയ്യുന്നതിന്റെ അകത്ത് ഇതൊരു പ്രധാനപ്പെട്ട കേസാണ്. മനസ്സിലായോ? ഇനി ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറയാം. സുപ്രീം കോടതി പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ. ഇനി എന്തോ ഉള്ളേ? ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനകത്ത് സംശയമുണ്ടോ? ഇന്ത്യയില് ആക്റ്റീവ് യൂത്തനേഷ്യ എന്ന് പറഞ്ഞാൽ നിയമവിരുദ്ധമാണ്. എന്നാൽ പാസീവ് യൂത്തനേഷ്യ അനുവദിച്ചിട്ടുമില്ല. അപ്പം നമ്മുടെ ഇതിന് കാരണം എന്നാ അനുവദിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ ഈ പറയുന്ന ഈ വക കാര്യങ്ങൾ വെന്റിലേറ്ററിൽ ഒരാൾ ജീവിതകാലം മൊത്തം കിടക്കാൻ പറ്റും, അതെടുത്ത് മാറ്റാൻ പറ്റും. സുപ്രീം കോടതി അന്നേരം പാസീവ് യൂത്തനേഷ്യ ആവാം എന്ന് പറയുന്നത് അതായത് ലിവിംഗ് ബില്ല്. എന്താ ലിവിംഗ് ബില്ലെന്ന് ഞാൻ മുമ്പേ പറഞ്ഞു. ലിവിംഗ് ബില്ലിനകത്ത് അനുസരിച്ച് ലിവിംഗ് എന്ന് പറയാൻ ജീവിച്ചിരിക്കുമ്പോൾ ബില്ല് അവന്റെ ബില്ല് ചെയ്യാന്ന് പറയാൻ അവന്റെ ഇഷ്ടം എഴുതുക. മനസ്സിലാവുന്നു? ഒരാൾ എന്ത് ചെയ്യുന്നു? അദ്ദേഹം ജീവനോടെ ഇരിക്കുമ്പോൾ ഒരു രേഖ ഉണ്ടാക്കി വെക്കുന്നു. എന്തോന്ന്? ഭാവിയിൽ എനിക്ക് ജീവൻ രക്ഷാ മരുന്നൊന്നും വേണ്ട. മനസ്സിലാവുന്നു? അങ്ങനെ പറയുന്ന ഒരു നിയമ രേഖ ഉണ്ടാക്കി വെക്കുന്നതിനാണ് ലിവിംഗ് ബില്ല് എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് അത് ചെയ്യാനുള്ള അവകാശമുണ്ട്. പക്ഷെ ലിവിംഗ് ബില്ല് വരുന്ന സമയത്തും കുടുംബാംഗങ്ങളുടെ കാര്യങ്ങളും എല്ലാം ചോദിക്കും. മനസ്സിലാവുന്നോ? ഇത് ചിലപ്പോൾ ഒരു മാനസിക പ്രഷറിൽ എഴുതി വെച്ചതാണെങ്കിലോ? മനസ്സിലാവുന്നോ? ഇന്ത്യൻ രീതിയിൽ ഈ പാസീവ് യൂത്തനേഷ്യ നടത്താൻ എന്ന് പറഞ്ഞാൽ ലിവിംഗ് ബില്ല് വേണം. മനസ്സിലായോ? മെഡിക്കൽ ബോർഡ് കൂടിയിരിക്കണം. ഇപ്പൊ അല്ല എല്ലാ കേസിനകത്തായാലും ഇങ്ങനെ വേണം. ഇപ്പൊ മോളിമാമയുടെ എന്ന് പറഞ്ഞാൽ അല്ലെ ഞാൻ ഇവിടെ കിടക്കുവാണെന്നുണ്ടെങ്കിലും എന്നെ അവിടുന്ന് ഇതൊക്കെ എടുത്ത് മാറ്റണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വെന്റിലേറ്ററിൽ മാറ്റണമെന്ന് നിങ്ങൾ പറയണ്ടേ? അപ്പം കുടുംബാംഗങ്ങൾ പറയണം. പിന്നെ മെഡിക്കൽ ബോർഡ് കൂടണം. 2 ഡോക്ടർമാരുടെ സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ ആ ഹോസ്പിറ്റലിലെ എല്ലാ രേഖകളിലും ഇയാൾ മരിക്കും എന്ന് തോന്നുന്ന തരത്തിലുള്ള എന്തോ വേണം? രേഖകൾ വേണം. ഒരു ദിവസം രാവിലെ ഡോക്ടർ അങ്ങ് പറഞ്ഞാൽ ഒക്കത്തില്ല. മനസ്സിലാവുന്നോ? ഇങ്ങനെ വേണം. അപ്പൊ ഞാൻ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ആക്റ്റീവ് യൂത്തനേഷ്യ ഉള്ള രാജ്യങ്ങൾ ഉണ്ടോ എന്നൊരു ചോദ്യം വേണമെങ്കിൽ ആവാം. അതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെതർലൻഡ് അങ്ങനെയുള്ളതാണ്. അതോടൊപ്പം തന്നെ ലക്സംബർഗ് അങ്ങനെയുള്ളതാണ്. ലക്സംബർഗ് അങ്ങനെയുള്ളതാണ്. കാനഡ അങ്ങനെയുള്ളതാണ്. ബെൽജിയം അങ്ങനെയുള്ളതാണ്. കൊളംബിയയിൽ അങ്ങനെയുണ്ട്. പക്ഷെ ചിലര് കാനഡയുണ്ട്. അമേരിക്കയിലൊക്കെ എങ്ങനെയാന്ന് ചോദിച്ചാൽ അമേരിക്കയിൽ ഒരു വ്യത്യസ്തമായ രീതിയിലാണ് ഇത് വരുന്നത്. അവർക്കത് ചില കാര്യങ്ങൾ അവർക്ക് സൂയിസൈഡ് ചെയ്യാനുള്ള അവകാശമുണ്ട്. മനസ്സിലാവുന്നോ? USA-യിലും സ്വിറ്റ്സർലൻഡിലും ഓസ്ട്രേലിയയിലും ഒക്കെ ഈ ഫിസിക്കൽ അസിസ്റ്റൻസ് സൂയിസൈഡ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. മനസ്സിലാവുന്നോ? അയാൾക്ക് മരിക്കാൻ ഒക്കത്തില്ലെന്നുണ്ടെങ്കിൽ വേറൊരാളുടെ സഹായത്തോട് മരിക്കുക, ആത്മഹത്യ ചെയ്യുക. അത് ആത്മഹത്യ തന്നെയാണ്. സ്വന്തമായി അപ്പൊ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുക, ഇതിന്റെ വെല്ലുവിളി എന്തുവാ? ഇതിനകത്തില് ഇത് കാണും, മാൽ പ്രാക്ടീസസ് കാണും. അതാണ് മനുഷ്യന്റെ ജീവൻ അവശേഷിപ്പിക്കുന്നത്, അല്ല അവസാനിപ്പിക്കുന്നത് അറിയാതെ തന്നെ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അത് ഒരു ശരിയുള്ള നടപടിയാണോ എന്നൊരു ചോദ്യം ഇല്ലയോ? എന്നിട്ട് രണ്ടാമത്തെ ഒരു കേസ് എന്താന്ന് വെച്ചാൽ ദുരുപയോഗം ചെയ്യപ്പെട്ടൂടെ കുടുംബാംഗങ്ങള്? മനസ്സിലാവുന്നോ? കുടുംബ സ്വത്തിന്റെ സമ്മർദ്ദമാവാം. പിന്നെന്ന് പറഞ്ഞാൽ ഡോക്ടറിന്റെ കടമ എന്തുവാ?
ഡോക്ടറുടെ ജീവിയുടെ സോറി ജീവൻ രക്ഷിക്കുക, അയാൾ ജീവൻ എടുക്കാൻ നിന്നുള്ള അവസ്ഥ എന്തോ? ആ എത്തിക്സിനൊരു അങ്ങനെ ഉണ്ടോ? ഉണ്ട്. മാനസിക സമ്മർദ്ദവും ഇങ്ങനെയുള്ള ഇതിനു വേണ്ടി ചിലപ്പം എന്തായി മാറും, കാരണമായി മാറാം. മനസ്സിലാവുന്നോ? അതുകൊണ്ട് അതൊരു പ്രശ്നമാണ്. പിന്നെ മതപരമായി ഞാൻ മുമ്പേ പറഞ്ഞ മതപരമായ എതിർപ്പ് ഐഡിയ കിട്ടിയോ? ഇനി നിങ്ങൾക്ക് പാസീവ് യൂത്തനേഷ്യയെ പറ്റിയും ദയാവധത്തെ പറ്റിയും ആക്റ്റീവ് യൂത്തനേഷ്യയെ പറ്റിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എവിടെങ്കിലും ഉണ്ടോ? ഹരീഷ് റാണയുടെ പഠിച്ചിട്ടുണ്ടോ? അതെല്ലാം ഞാൻ പറഞ്ഞല്ലോ, സുപ്രീം കോടതി വിധി പറഞ്ഞല്ലോ. പിന്നെ ഇതിനു വേണ്ടിയൊക്കെ നിന്ന ഒരു പെൺകുട്ടിയുണ്ട്, അത് കൊല്ലത്തുകാരിയാണ്. അവളുടെ ഹസ്ബൻഡ് നന്ദകുമാർ, അവളുടെ പേര് രശ്മി നന്ദകുമാർ. അവരുടെ പേരും ചരിത്രത്തിന്റെ ഭാഗമായി മാറും. ഇറ്റ് വാസ് എ ഹിസ്റ്റോറിക്കൽ വേർഡിക്ട്, അത് സുപ്രീം കോർട്ട് റിലേറ്റഡ് ടു ഹരീഷ് റാണ ഫ്രം ഉത്തർപ്രദേശ്. എന്താണ് പാസീവ് യൂത്തനേഷ്യ പോയിന്റ്സ് ഒക്കെ കിട്ടിയ പറഞ്ഞില്ല ഒരു ബില്ല് വേണോന്നൊക്കെ. ആ ഒരു പീരീഡ് ഓഫ് ഇയറിലോ ടൈമോ വല്ലതും ഉണ്ടോ? പെട്ടെന്ന് പോകുമ്പോഴൊന്നും ഒരാളെ അങ്ങനെ എടുക്കാൻ പറ്റില്ല. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ പെന്തക്കോസുകാരിൽ ദി പെന്തക്കോസ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. അവർക്ക് എന്തില്ല, അവർ മരുന്ന് കഴിക്കത്തില്ല. എനിക്ക് അറിയത്തില്ല അതിന്റെ റിയാലിറ്റി ഒന്നും. മരുന്ന് കഴിക്കത്തില്ലെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാളെന്ത് ചെയ്യും? എനിക്ക് മരുന്ന് വേണ്ട, മനസ്സിലാവുന്നു. പക്ഷേ ഞാൻ അതിനെപ്പറ്റി കൂടുതലായിട്ട് ചിന്തിച്ചിട്ടില്ല. അങ്ങനെ വരുവാന്നുണ്ടെങ്കിൽ ഒരു ക്യാൻസർ വന്നാൽ എന്ത് ചെയ്യും അവര്? അത് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യാം. പിന്നെ ഡോക്ടറുടെ കണ്ണിൽ ചെല്ലുമ്പം അവിടെ ചികിത്സ കൊടുത്തേ പറ്റും. അവരല്ലേ ആശുപത്രി കൊണ്ടുപോകരുത്. ദയവേത് പ്ലീസ്, മനസ്സിലായോ? അങ്ങനെയാന്ന് എന്ത് ചെയ്യരുത്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകരുത്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഡോക്ടേഴ്സിന്റെ ഡ്യൂട്ടീസ് അതെന്തോ ചെയ്യുന്നത്, അവരെ സഹായിക്കുന്നത്. ഐഡിയ കിട്ടിയോ? അപ്പം ഈ യൂത്തനേഷ്യയെ പറ്റി എന്തെങ്കിലും സംശയമുണ്ടോ? യൂത്തനേഷ്യയെ പറ്റി എന്തെങ്കിലും സംശയമുണ്ടോ? അപ്പൊ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇങ്ങനെ ഒരു ഡോക്ടർക്ക് കൊല്ലാൻ പറ്റത്തില്ല. പക്ഷേ യൂത്തനേഷ്യ, ആക്റ്റീവ് യൂത്തനേഷ്യ ഈസ് പ്രാക്ടീസിങ് അല്ല, പാസീവ് യൂത്തനേഷ്യ ഈസ് ഓൾറെഡി എന്താണ് സുപ്രീം കോടതി വിധി കൊണ്ട് കേരളത്തിൽ എന്ത് ചെയ്തിരിക്കുന്നു, വന്നിരിക്കുന്നു. അല്ല, ഇന്ത്യയിൽ വന്നിരിക്കുന്നു. അതുകൊണ്ട് അതാണ് ഞാൻ ഇതിനകത്ത് പറഞ്ഞ ചലഞ്ചസ് ഉണ്ടെന്ന് പറഞ്ഞത്. എന്താണ്, ഒരാളെ ദയാവധം നടത്തുന്ന സമയത്ത് നിങ്ങൾ ഈ പറയുന്ന ഒരു കൂട്ട് വേണമെങ്കിൽ സ്വത്തിന്റെ പേരിൽ എന്തുണ്ടാവാം, ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി അങ്ങനെയാണോ വേണം. അതുകൊണ്ടാണ് എന്തോ പറയുന്നത്, ലിവിങ് വില്ലുണ്ടാവണമെന്ന് പറയുന്നത്. അയാൾക്ക് ബോധം മനസ്സിലിരിക്കുമ്പോഴാണ് ആ ലിവിങ് വില്ല് എഴുതുന്നത്. രണ്ടാമത്തെ കണ്ടീഷൻ എന്തോന്ന് വെച്ചാൽ 2 മെഡിക്കൽ ഡോക്ടർമാർ അങ്ങനെ ചെയ്യണം, ഒരു മെഡിക്കൽ ബോർഡ് കൂടണം. മനസ്സിലാവുന്നു? അല്ല, അതിപ്പം ഫോർ എക്സാമ്പിൾ എന്റെ അപ്പന്റെ ഇതിനകത്ത് സമയത്ത് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്നായിരുന്നു. അച്ഛൻ എന്ന് പറഞ്ഞാൽ കഴുത്തെ കൂടി ഇവിടെയൊക്കെ ഡ്രില്ല് ചെയ്ത് പഴുപ്പ് ഇങ്ങനെ വരുന്നത് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടായതാ. അപ്പൊ നമ്മൾ ആഗ്രഹിക്കും, പക്ഷെ നമുക്ക് ഇങ്ങനെ ഒരു നിയമം ഉണ്ടെന്ന് അറിയത്തില്ല. ഉണ്ടെന്നുണ്ടെങ്കിൽ അച്ഛൻ അത്രയും കഠിനമായ യാതന അനുഭവിക്കാൻ നമ്മൾ അനുവദിക്കുമോ? മനസ്സിലാവുന്നോ? അന്നേരം എന്തോരം നമ്മൾ ചോദിച്ചേ, അല്ല അങ്ങനെ നമ്മൾ ജീവിച്ചിരിക്കും. ഇപ്പൊ എഴുതാം, കിഡ്നി കൊടുക്കുവാന്ന് പറയത്തില്ലേ, ഓർഗൻ ചെയ്യുന്ന പോലെ തന്നെ. മനസ്സിലാവുന്നു? ഞാൻ അങ്ങനെ കിടപ്പിലായാൽ എന്നെ എന്റെ ജീവൻ എടുത്തോളൂ എന്ന് എഴുതി കൊടുക്കുന്നതാണ്. മനസ്സിലായോ? അതെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട്, അത് ആക്ച്വലി ഇറ്റ്സ് എ പ്രൊസീജിയേഴ്സ് ഉള്ളൂ. യു ആർ വില്ലിംഗ് ടു ഡു ദാറ്റ്. ബട്ട് നിങ്ങൾ കൊടുക്കുവാന്നുള്ളതല്ല, അത് കൊടുക്കണമെന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ യുവർ ഫാമിലി ആൻഡ് ഓൾ. അത് അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒരു കോൺട്രഡിക്ഷൻ ഉണ്ടാക്കിയായിരുന്നു. ഒരു കൊച്ചു കോമയെ കിടക്കുമ്പോൾ കുഞ്ഞിനെ രക്ഷപ്പെടാൻ പറ്റുമായിരുന്നു പറഞ്ഞിട്ടൊക്കെ കുറെ പേര് ചർച്ചകൾ ഉണ്ടാക്കി. മനസ്സിലാവുന്നോ? അങ്ങനെയൊന്നും അല്ല ഞാൻ ഈ പറയുന്നത്. അത് കൃത്യമായ രീതിയിൽ മനസ്സിലാവുന്നു. അയാൾക്കൊരു വില്ലുണ്ടായിരുന്നു. എങ്ങനെ, എന്റെ ശരീരഭാഗം ഇങ്ങനൊരു ഈ ബ്രെയിൻ ഡെത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്റെ എന്തെങ്കിലും ബോഡിയിലെ അവയവം, ഓർഗൻസ് മറ്റുള്ളവർക്ക് കൊടുക്കാം എന്ന് എഴുതി വെക്കുകയും കുടുംബം കൃത്യമായി അത് അനുവദിക്കുകയും ചെയ്യണം. അതോടൊപ്പം തന്നെ 2 ഡോക്ടേഴ്സ് കൃത്യമായി പറയണം ഇയാൾ മരിക്കാനുള്ള സാധ്യത കൃത്യമാണെന്ന്. ഒരു മെഡിക്കൽ ബോർഡ് കൂടിയിരിക്കണം. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കണ്ടീഷൻ ചെയ്താലേ അത് ചെയ്യാൻ പറ്റും. മനസ്സിലാവുന്നോ? അതുകൊണ്ട് ഒരുത്തം വന്നിട്ട് നാളെ രാവിലെ ഇങ്ങനെ ഒരു ബില്ലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരുത്തം തന്നെ ഇപ്പൊ അമ്മയുടെ നമ്മളെല്ലാരും കൂടെ ബലപ്പെടുത്തി എഴുതി അങ്ങ് വെക്കുക, അമ്മയുടെ കിഡ്നി ഇങ്ങനെ കൊടുക്കാം എന്ന് എഴുതി വെച്ച് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എല്ലാത്തിനും അതിൻ്റെതായ കണ്ടീഷൻ ഉണ്ട്, അല്ലേ? കേട്ടോ, വേറെ എന്തുണ്ട്? എന്തെങ്കിലും സംശയങ്ങൾ? അവൻ പഠിച്ചോ യൂത്തനേഷ്യ എന്തുവന്നു, പാസീവ് യൂത്തനേഷ്യം ഞാൻ തരുന്നത് ഹിസ്റ്റോറിക് വേർഡേക്ക്. അതിന്റെ വക്കീലിന്റെ പേര് പഠിക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ there is a hard work from her side. അതുകൊണ്ട് അവളുടെ പേരൂടെ പാട്ട് പഠിച്ചു. അവരെ ബോധ്യപ്പെടുത്തിയത് അവളാണ്. അവളുടെ പേരെന്താണെന്ന് പറഞ്ഞേ? രശ്മി നന്ദകുമാർ. മനസ്സിലായോ? ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന വക്കീൽ ആരാണ്? അഡ്വക്കേറ്റ് നെൽസൺ തോമസ്. കാണാതെ പഠിക്കണേ, പേര് പറയാം, ഒന്നുകൂടെ പറയാം. അഡ്വക്കേറ്റ് നെൽസൺ തോമസ്.